വിക്ടോറിയ എയർപോർട്ടിലെത്തിയ ഞാൻ ഒട്ടും സമയം കളയാതെ ബസ്സിൽ ഡൗൺ ടൗണിലേക്ക് യാത്രയായി. വിക്ടോറിയൻ തെരുവുകളിലൂടെയുള്ള ഡബിൾ ഡെക്കർ ബസ് യാത്ര അതിമനോഹരമായിരുന്നു. ആ പ്രൗഢി എവിടെയും കാണാൻ സാധിച്ചു. ഹിസ്റ്റോറിക് മോണുമെന്റായ പാർലമെന്റിലേക്ക് തന്നെയാണ് ഞാൻ ആദ്യം പോയത്. അതിൻ്റെ ഹിസ്റ്ററിയും ആർക്കിടെക്ചറും എന്നെ ഏറെ ആകർഷിച്ചു. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളൊക്കെ ഏറെ മനോഹരമായി തോന്നി. അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഹോസ്റ്റൽ വേൾഡ് എന്ന ബാക്ക് പാക്കർ ആപ്ലിക്കേഷൻ വഴി പരിചയപ്പെട്ട എറിക്കും ആലീസും എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. തൻ്റെ 22-ാം വയസ്സിൽ 28ാമത് രാജ്യം ഒറ്റയ്ക്ക് സന്ദർശിക്കുന്ന ഫ്രഞ്ചുകാരി ആലീസിൻ്റെയും ബാക്ക് പാക്കറായ എറിക്കിൻ്റെയും വാക്കുകൾ എന്നെ ഏറെ സ്വാധീനിച്ചു. അവിടെ നിന്നും നമ്മൾ പോയ ഫിഷർമാൻസ് വോർഫ് എന്ന അത്ഭുത ലോകം എന്നെ ശരിക്കും ഞെട്ടിച്ചു. ഫുഡ് കോർട്ടുകളും യുണീക്ക് ഷോപ്പുകളും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ ആ സ്ഥലത്തെ എത്രയോ മനോഹരമാക്കി. ഇതൊക്കെ ഉണ്ടായിരുന്നാലും അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നത് യുണീക്ക് കളർ കോഡിലുള്ള ഫ്ലോട്ടിംഗ് ഹോംസ് തന്നെയായിരുന്നു. ഇന്നർ ഹാർബറിൽ ഒന്ന് കറങ്ങി ഒന്നിച്ച് ഫുഡും കഴിച്ച് നമ്മൾ വിട പറഞ്ഞു. അടുത്ത 3 ദിവസത്തേക്കുള്ള എക്സ്ട്രീം അഡ്വഞ്ചറുകൾ മനസ്സിലോർത്ത് ഹോസ്റ്റലിൽ ഉറങ്ങാൻ കിടന്നു.